എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും മികച്ച പ്രഭാത ഭക്ഷണമാണ് പുട്ട്. ഈ പുട്ടിനെ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ഹെൽത്തി മസാലപ്പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മസാലപ്പുട്ട് തയ്യാറാക്കുന്നതിനായി ആദ്യം പുട്ടിനുള്ള പൊടി നനയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടി നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 15 മിനിറ്റാണ് ഈ പൊടി കുതിർന്നു വരുന്നതിന് വേണ്ടി മാറ്റി വെക്കേണ്ടത്. ഇനി ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ തയ്യാറാക്കാം. പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉഴുന്നൊന്ന് കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോഴേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരും വഴറ്റിയെടുക്കണം. ഇവ വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇവ പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് ക്യാരറ്റിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുതിർക്കാനായി മാറ്റി വെച്ചിട്ടുള്ള പൊടി ഒന്ന് കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടിയുമായി ഇളക്കി യോജിപ്പിക്കണം. മസാലപ്പുട്ടിനുള്ള പൊടി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിരട്ടപ്പുട്ട് മേക്കറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പുട്ടുപൊടി ചേർത്ത് വീണ്ടും തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മസാലപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.